ചേർന്ന് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? ഇപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കാൻ ഉഷാറല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്ന ഷാമിത നിസ, സിച്ചി, റീന, അതേപോലെ ടീച്ചർ കൂടിയാണ്. ഓക്കെ, ഹെർട്ട്ഫുള്ളി വെൽക്കം ചെയ്യാം. Good morning everyone. Welcome to the Christmas Day celebration of Netflix Academy Solutions. Donna Maria, CMC of St. George Convent. I would like you to welcome ma'am. Next I would like you to welcome Farzana Tasneem, the psychologist. Welcome Farzana. So I would like to invite Sister Donna Maria, CMC of St. George Convent, to do the session first. പേരിലിരിക്കുന്നവരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെ ഞാൻ കൂട്ടുകാരി എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം തോളോട് തോള് ചേർന്ന് നടക്കുമ്പോഴാണ് അവർ കൂട്ടുകാരായി മാറുന്നത്. അവിടെയും ഇവിടെയും നിൽക്കുന്നവർ ഒരിക്കലും കൂട്ടുകാരായിരുന്നില്ല. കാരണം അവർ പരസ്പരം അറിയുന്നില്ല, അവർ ആരാണെന്ന് അറിയുന്നില്ല, എന്തിനാണ് വന്നതെന്ന് അറിയില്ല. പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ. ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലേ നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാവരും കൂട്ടുകാരാണ്. നിങ്ങളുടെ ആ കൂട്ടത്തിൽ ഞാനും പങ്കാളിയായി മാറുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ യേശുക്രിസ്തുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ് ഈ പുൽക്കൂട്. വേറല്ലേ? യേശുക്രിസ്തു ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു മതത്തിന് വേണ്ടിയോ വന്നതല്ല. എല്ലാ മതസ്ഥർക്കും വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ. ഈ സ്നേഹം എന്ന് പറയുന്നത് വെറും സ്നേഹമല്ല, അത് കരുതുകളില്ലാത്ത, അളവുകളില്ലാത്ത സ്നേഹമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. സിസ്റ്റർക്ക് 1000 നന്ദി. പിന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ വകയായിട്ട് ചെറിയൊരു സ്നേഹോപഹാരം സാന്റക്ലോസിന്റെ വക. So I would like to welcome Farzana. Over to you. Hi. നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാ? എപ്പോഴും ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും? നിങ്ങളൊക്കെ നാളെ വലിയ വലിയ ആൾക്കാരാവേണ്ട ആൾക്കാരല്ലേ? വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ കണ്ടുവരുന്നത്, അതായത് സോഷ്യൽ മീഡിയാസ് ഭയങ്കരമായിട്ട് എക്സസീവായി യൂസ് ചെയ്തതിന് ശേഷമാണ് ഡിപ്രഷൻ എന്നുള്ള ടേം ഭയങ്കരമായിട്ട് ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയത്. 1, 2, 3 ദിവസമൊക്കെ നിൽക്കുന്നത് ശരിക്കും സാഡ്നെസ് ആണ്. 2 വീക്സും അതിൽ കൂടുതലും ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ഡിപ്രഷൻ എന്ന് പറയാം. ഈ സ്ക്രീൻ ടൈം കൂടി കഴിഞ്ഞാൽ നമുക്ക് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കൂടും. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പറയുകയാണെങ്കിൽ അറ്റൻഷൻ സ്പാൻ നമുക്ക് ഒരിക്കലും എന്താ പറയാ, ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യാണ്, ഇപ്പം നമ്മൾ ലാപ്ടോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെ കുറേ ഫയൽസ് കിടക്കുന്നുണ്ടാവും. അറ്റ് എ ടൈം നമ്മൾ കുറേ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പയ്യെ എന്താണെന്ന് വെച്ചാൽ അറ്റൻഷൻ സ്പാൻ കുറയും. നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ. ഓക്കെ, ആ ഒരു പ്രോബ്ലം നിങ്ങളെല്ലാവരും ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ പോകുന്നൊരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒറ്റൊരു സാധനത്തിൽ 20 സെക്കൻഡ്സ് വരെ ഫോക്കസ് ചെയ്യാം. അതായത് ഒരു കൈ അകലത്തിലുള്ള എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിൽ മാത്രം 20 സെക്കൻഡ്സ് വരെ ഫോക്കസ് ചെയ്യാം. അതിനുശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്യാം.